അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാനും റഹീമുമായ നാഥൻ അവൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്നും ഖബൂലാക്കട്ടെ. പരിശുദ്ധമായിരിക്കുന്ന റമദാൻ നമ്മോട് വിട പറയുമ്പോൾ ഏറ്റവും അനുകൂലമായ നിലക്ക് നമ്മോട് സാക്ഷി പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്ന മണിക്കൂറുകൾ അവൻ്റെ ത്വഅത്തിലായി വിനിയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നിർവഹിക്കുന്നതിനിടക്ക് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അസാധാരണമായി 3 തവണ ആമീൻ 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 എന്ന് ഹബീബായ റസൂൽ പറയുകയുണ്ടായി. സ്വാഭാവികമായും അസാധാരണമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ സ്വഹാബികൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് റസൂലെ നിങ്ങൾ ഇത്തരത്തിൽ ആമീൻ പറഞ്ഞത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി, അതാനി ജിബ്രീൽ, എൻ്റെ അടുക്കൽ മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ പ്രവാചകരെ, റഗിമ അൻഫു ഇംറിഇൻ ദുക്കിറത ഇൻദഹു അല്ലെങ്കിൽ ദുക്കിർത ഇൻദഹു, ഒരാളുടെ മുഖം മൂക്കുകുത്തി വീഴട്ടെ. അതായത് അറബിയിലുള്ളൊരു പ്രയോഗമാണ്. ഒരാൾക്ക് നാശം ഉണ്ടാവട്ടെ, അവൻ പ്രശ്നത്തിലാവട്ടെ എന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്നൊരു പദമാണ്. അയാളുടെ അടുക്കൽ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു. ഫലം യുസല്ലി അലൈക്ക, നബിയെ നിങ്ങളുടെ മേലെ അയാൾ സ്വലാത്ത് ചൊല്ലിയില്ല. ഹബീബായ റസൂലിൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്ത ആൾ നാശത്തിലാവട്ടെ, അവന് പ്രയാസങ്ങളുണ്ടാവട്ടെ, അവൻ്റെ മൂക്ക് കുത്തി അവൻ വീഴട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് ഒന്നാമത്തെ ആമീൻ പറഞ്ഞത് അതിനാണ്. അതായത് ഹബീബായ റസൂലിൻ്റെ പേര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലാത്ത ആളുകൾ ശുഹന്മാരെന്നാണെന്നല്ലോ പറഞ്ഞത്, കടും പിശുക്കന്മാരായ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹുവിൻ്റെ നാശം ഉണ്ടാവട്ടെ. രണ്ടാമതായിട്ട് ഞാൻ ആമീൻ പറഞ്ഞത്, റഗിമൻ ഫിംറിൻ ദഖല അലൈഹി ഷഹ്റു റമളാൻ സുമ്മ ഖറജ വലം യുഗ്ഫർ ലഹു, ഒരാളിലേക്ക് പരിശുദ്ധമായിരിക്കുന്ന റമളാൻ കടന്നു വരികയും അവനെ തൊട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്ത രീതിയിൽ റമളാൻ അവനെ തൊട്ട് പിരിഞ്ഞു പോവുകയും ചെയ്തു. വലിയ ഒരവസരം ഒരാൾക്കുണ്ടായി. പരിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അവസരമാണല്ലോ. നന്മകൾ കൊയ്തു കൂട്ടാനും അവൻ്റെ അതുവരെയുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമൊക്കെയാണ് പരിശുദ്ധ റമളാൻ. അതവൻ്റെ ആയുസ്സിലൂടെ കടന്നു പോയിട്ട് റമളാൻ അവനെ തൊട്ട് തൃപ്തിപ്പെടാത്ത രീതിയിൽ, അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാത്ത രീതിയിൽ റമളാൻ ഒരുത്തിനിൽ നിന്ന് കടന്നു പോയാൽ അവനും നശിക്കട്ടെ, അവനും നാശമുണ്ടാവട്ടെ. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. അപ്പോൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഗൗരവമേറിയ പ്രാർത്ഥനയ്ക്ക് വിധേയരാകുമെന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, അദ്റക അബവൈഹി ഔ അഹദുഹുമാ, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ എത്തിച്ചു. അവരുടെ വാർദ്ധക്യ കാലഘട്ടത്തിൽ അവരോടൊത്ത് ജീവിക്കാനുള്ള അവസരം അവരുണ്ടായി. ഫലം യുദ്ഖിലാഹുൽ ജന്ന, അവർ രണ്ടുപേരെയും കൊണ്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവനും നശിച്ചു പോകട്ടെ. അതായത് 3 വലിയ അവസരങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് ഏറ്റവും വലിയൊരു അവസരമാണ്, വലിയ പുണ്യമാണ്. അത് ചൊല്ലാത്ത ആൾ. രണ്ടാമത്തത്, റമളാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു അവസരം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അത് ഉപയോഗപ്പെടുത്താത്ത ആൾ. മൂന്നാമതായിട്ട്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അവൻ്റെ കൂടെ ജീവിച്ചിട്ട് അവരെ കൊണ്ട് സ്വർഗം പ്രാപിക്കാൻ കഴിയാത്ത ആൾ. കാരണം മാതാപിതാക്കൾക്ക് തൃപ്തിപ്പെടുത്തുക, അവരെ സന്തോഷിപ്പിക്കുക എന്നത് ഒരാളുടെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും ഉതകുന്ന കാര്യമാണല്ലോ. ആ രീതിയിൽ ഹബീബായ റസൂലുള്ള 3 രീതിയിൽ ആമീൻ പറഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോ കദമും, നമ്മുടെ കാൽപാദങ്ങൾ, അത് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള അൻഉംരിഹി ഫീമ അഫ്ന നമ്മളെപ്പോഴും പറയുന്നതാണ്. നമ്മുടെ ആയുസ് എന്തിൽ ചെലവഴിച്ചു എന്നതിനെക്കുറിച്ച് മറുപടി നൽകാതെ നമുക്ക് കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അസ്സലവാത്തുൽ ഖംസു, 5 വഖത്ത് നിസ്കാരം. ശ്രദ്ധിക്കണേ, 5 വഖത്ത് നിസ്കാരം.
വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി, 5 വഖ്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുബഹിൻ്റെ ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്തു, അതുപോലെ തന്നെ ഇനി അടുത്തത് ളുഹറിൻ്റെതിൽ പങ്കെടുത്തു, ഇനി അതേപോലെ അസ്ർ, അങ്ങനെ ഓരോ നിസ്കാരവും 5 വഖ്ത് നിസ്കാരവും. വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സമയവും. വ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള സമയവും. മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ചെറുപാപങ്ങൾ പൊറുക്കാൻ കാരണമായി തീരുമെന്ന് ഹബീബായ റസൂൽ. അപ്പോൾ ളുഹർ നിസ്കരിച്ച് അസറിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെറുപാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫർള് നിസ്കാരം നിസ്കരിക്കലോടുകൂടി അല്ലേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, യഥാർത്ഥത്തിൽ നിസ്കരിക്കേണ്ട പോലെ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിന്മകൾ ചെയ്യാൻ കഴിയില്ല എന്നാണല്ലോ. അതായത് ഒരാൾ നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ മുൻപ് ഒരാളുടെ മനസ്സിൽ ഒരു തിന്മ ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിക്കുക. ശരിക്കും അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസ്കാരം കഴിയലോടുകൂടി ആ തിന്മ ചെയ്യാനുള്ള അവൻ്റെ മൂഡ് മാറും. അതാണ് യഥാർത്ഥ നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യഥാർത്ഥ നിസ്കാരം നിസ്കരിക്കുന്ന ആൾക്ക് തിന്മകൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതായത് ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സമയം, അതിൻ്റെ ഇടയിലുള്ള ചെറുപാപങ്ങൾക്ക് പൊറുക്കാൻ കാരണമാണ്. റമളാനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത റമളാൻ വരുന്നതിന് അല്ലേ, കഴിഞ്ഞ ഒരു വർഷത്തിനടക്ക് നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പരിശുദ്ധമായിരിക്കുന്ന ഈ റമളാൻ അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോകുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത് മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദജ്തനബത്തൽ കബായിർ, വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ വൻപാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല, ചെറുപാപങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പൊറുക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് മഗ്ഫിറത്തിന് വേണ്ടി ഇനിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആനിലെ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തിനെ കുറിച്ച് മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റസൂലിനോട് ചോദിച്ചു എന്നാണ്. വല്ലദീന, ഒരു കൂട്ടർ, യുഅ്തൂന, അവർ നൽകുമാ അതോ, ഞാൻ അവർക്ക് നൽകിയതിൽ നിന്ന് അവർ നൽകും, ഖുലൂബുഹും വജില, അവരുടെ ഹൃദയം പേടിച്ചിരിക്കുന്ന ആളുകളാണ് എന്ന് ചോദിച്ച് ആയിഷ ബീവി ചോദിച്ചു, അല്ലയോ റസൂലേ, ഇവരെന്ന് പറയുന്നത് കള്ളു കുടിക്കുന്നവരും മോഷ്ടിക്കുന്നവരൊക്കെ കുറിച്ചാണോ ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നത്? അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ മോളെ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ്, ഭാര്യയാണല്ലോ. വലാക്കിന്നഹും, അവരല്ല കള്ളു കുടിക്കുന്നവരോ മോഷ്ടിക്കുന്നവരോ ഒന്നുമല്ല. പിന്നെ അവരാരാണ്? അല്ലദീന യസൂമൂന, അവർ നോമ്പെടുക്കും. വയുസല്ലൂന, അവർ നിസ്കരിക്കും. വയതസദ്ദഖൂന, അവർ ദാനധർമ്മങ്ങൾ ചെയ്യും. എന്നിട്ടോ വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ലേ എന്ന് പേടിക്കുന്ന ആളുകളെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആനിൽ വഖുലൂബുഹും വജില എന്ന് പറഞ്ഞ. തിന്മ ചെയ്ത ആളുകളുടെ പേടിയല്ല ഈ പറയുന്നത്, പിന്നെയോ നന്മ ചെയ്ത ആളുകളുടെ പേടി, ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ എന്ന പേടി. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം പോലെ, നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. ഒരു പഠിച്ചല്ല കോപ്പിയൊക്കെ അടിച്ച് അങ്ങനെ കളിച്ച് തീർച്ച് നടന്ന് പരീക്ഷ എഴുതിയ ഒരാൾക്ക് റിസൾട്ട് വരുന്ന വലിയ പേടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ SSLC ഒക്കെ ഭയങ്കര നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് കാര്യം റിസൾട്ട് വരുന്ന ഭയങ്കര ടെൻഷൻ, എന്തായിരിക്കും എൻ്റെ റിസൾട്ട്, ഞാൻ നന്നായി ചെയ്തോ, എൻ്റെ ശരിയായിക്കണോ, അത് അങ്ങനെ എഴുതിയത് ആയിക്കണോ, അങ്ങനെ എഴുതി എന്നതുപോലെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് അമലുകൾ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള പേടി ആർക്കായിരിക്കും? ഇത്തരത്തിൽ നോമ്പെടുത്ത് നിസ്കരിച്ച് സ്വതക്ക ചെയ്ത് അങ്ങനത്തെ ആളുകൾ അവർ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ പേടിയാണ്. ഉലൈകല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അക്കൂട്ടരാണ് നന്മകളായ കാര്യങ്ങളിലേക്ക് എളുപ്പത്തിൽ ഉളരിപ്പോകുന്ന ആളുകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹത്തുക്കളൊക്കെ ആയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പെരുന്നാൾ ദിവസം ശരിക്കും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാണെങ്കിൽ പോലും പലർക്കും ആനന്ദിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. കാരണം എന്താ? അവർ ചില മഹത്തുക്കളൊക്കെ ആളുകൾ മ്ലാനവതരായിട്ട് ഹൃദയത്തിൽ അവർക്ക് പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ റമളാനിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള പേടി അവർക്ക് ഉണ്ടായിട്ടുണ്ടോ. മഹാനായിരിക്കുന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ഖൗഫു അലൽ അമലി അല്ലാ യുതഖബ്ബല അശദ്ദു മിനൽ അമൽ, അമല് ചെയ്യുന്നതിനേക്കാൾ കഠിനമാണ് ആ അമല് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന പേടി എന്ന് മഹത്തുക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തിയത് കാണാൻ കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല പലരും പറയുന്നത് കേൾക്കാം, മഹത്തുക്കളായ പല ആളുകളും ലഅൻ അകൂന അഅലമ അന്നല്ലാഹ ഖദ് തഖബ്ബല മിന്നി മിസ്ഖാൽ ഹബ്ബത്തിൻ മിൻ ഖർദൽ, അള്ളാഹു ഞാൻ ചെയ്തതിൽ നിന്ന് ഒരു അണുമണി തൂക്കമെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ചെയ്ത അമലുകളിൽ നിന്ന് ഒരല്പമെങ്കിലും അള്ളാഹു സ്വീകരിച്ചു എന്ന് ഞാൻ അറിയലാണ് അഹബ്ബു ഇലയ്യ മിന ദുനിയാ വമാ ഫിഹാ, ഈ ദുനിയാവിലുള്ളതിനേക്കാളും ദുനിയാവിലുള്ള മറ്റുള്ള എല്ലാത്തിനേക്കാളും എനിക്ക്
ഏറ്റവും പ്രിയമായിട്ടുള്ളത് അള്ളാഹു എന്നിൽ നിന്ന് ഈ അമൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിയലാണ്. മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പരിശുദ്ധമായിരിക്കുന്ന കഅബ കെട്ടിപ്പടുത്തതിന് ശേഷവും അവർ പ്രാർത്ഥിച്ചത് എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഖബൂലിയത്തുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് അറിയലാണ് എനിക്ക് ഈ ദുനിയാവും അതിലുള്ള മുഴുവനും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. എന്തേണത് അങ്ങനെ പറയാൻ കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു കബൂൽ ചെയ്യുന്നത് ആരിൽ നിന്ന് മാത്രമാണ്? മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ നമ്മളിൽ നിന്നൊരല്പമെങ്കിലും അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മഹത്തുക്കളായ ആളുകളൊക്കെ അവർ ആശിച്ചിരുന്നത്, അള്ളാഹു ഒരല്പമെങ്കിലും എൻ്റെ അമൽ സ്വീകരിച്ചിരുന്നു എങ്കിൽ അതാണ് എനിക്ക് എല്ലാത്തിനേക്കാട്ടിലും ഏറ്റവും പ്രിയമായിട്ടുള്ളത്. കാരണം അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അവൻ്റെ മുത്തഖീങ്ങളുടെ ലിസ്റ്റിൽ ഞാനുമുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും എന്നുള്ളതാണ്. മാത്രമല്ല, പരിശുദ്ധമായിരിക്കുന്ന റമദാൻ നമ്മിൽ നിന്ന് കബൂലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള മനസ്സിലാക്കാനുള്ള അടയാളമായിട്ടൊക്കെ മഹത്തുക്കൾ പറഞ്ഞതുപോലെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി റമദാൻ കഴിഞ്ഞിട്ട് വേണം നിർത്തിവെച്ച സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടി എന്നുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് റമദാൻ നമ്മെ തൊട്ട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമായിട്ട് മഹത്തുക്കൾ പറയുന്നു. അതായത് റമദാനിന് കഴിയട്ടെ എന്നിട്ട് വേണം അത് ചെയ്യാൻ. റമദാനല്ലേ, എങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യുക എന്ന് കരുതി തിന്മകൾ ചെയ്യാൻ റമദാൻ കഴിയാൻ കാത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മളിൽ നിന്ന് റമദാൻ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന വിഷയത്തിൽ നമ്മൾ പേടിക്കണമെന്ന് മഹത്തുക്കൾ പറയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള പാപങ്ങൾ കഫാറത്താണ് ആ റമദാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നതൊക്കെ അവിടെ ശരിക്കും പൊറുക്കപ്പെട്ട് നമ്മളെല്ലാത്തിലും നിന്നും മോചനം നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവില്ല. പിന്നെയും നമുക്കത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന പേടി നമുക്ക് വേണം എന്നുള്ളതാണ്. ഒരു മഹാൻ അദ്ദേഹം പരിശുദ്ധമായിരിക്കുന്ന ചെറിയ പെരുന്നാളിൻ്റെ ദിവസം ആളുകൾ പൊട്ടിച്ചിരിക്കുന്നതും ആനന്ദിക്കുന്നതുമൊക്കെ കണ്ടു എന്നാണ്. അപ്പോൾ പറഞ്ഞു, അദ്റക്തഹും യജ്തഹിദൂന ഫിൽ അമലി സ്വാലിഹ്, അവർ ഒന്നല്ലെങ്കിൽ എന്താവും, ഒന്നല്ലെങ്കിൽ അവർ സ്വാലിഹായ അമലുകൾ ചെയ്തിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ടാക്കും. പക്ഷെ അങ്ങനെയാണെങ്കിലും അത് സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയാതെ എന്ത് രീതി ഫൈദാ ഫഅലൂഹു വഖഅ അലൈഹിമുൽ ഹമ്മു, അവരുടെ അടുക്കൽ ടെൻഷനാണ് സംഭവിക്കേണ്ടത്. ഒന്നില്ലെങ്കിൽ അതായത് പെരുന്നാൾ ദിവസത്തിൽ ആളുകൾ ഇങ്ങനെ ചിരിച്ചും കളിച്ചും അമിതമായി സന്തോഷിക്കുന്നത് കണ്ട ഒരു മഹാൻ പറഞ്ഞു എന്നുള്ളതാണെന്ത്, സ്വാലിഹായ അമലുകൾ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്തരത്തിൽ പൊട്ടിച്ചിരിക്കുകയല്ല വേണ്ടത്. കാരണം അവൻ്റെ മേൽ ടെൻഷൻ, അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ടെൻഷൻ. ഇനി സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അവൻ ചെയ്തിട്ടില്ല എങ്കിലോ, ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എങ്ങനെയായാലും ഇത്തരത്തിൽ ആനന്ദിക്കുകയല്ല വേണ്ടത് എന്നൊക്കെ രീതിയിൽ ആളുകൾ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അഖ്വാമൻ യദ്ഹഖുന ഫീ യൗമി ഈദിൻ ഫഖാല ഇൻ കാന ഹൗലായി തുഖബ്ബല മിൻഹും സിയാമുഹും ഫമാ ഹാദാ ഫീൽ ശാക്കിരീൻ, ഈ ചിരിക്കുന്നത് അല്ലാഹു തആല യഥാർത്ഥത്തിൽ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകിയതിൻ്റെ ആനന്ദത്തിലുള്ള ചിരിയാണ് ഇപ്പോൾ ഇവരൊക്കെ ഈ ചിരിക്കുന്നത് എങ്കിൽ ഷാക്കിരീങ്ങളുടെ പ്രവൃത്തി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ, ഷാക്കിരീങ്ങൾ ഇങ്ങനെ അമിതമായി ചിരിച്ചും ആനന്ദിച്ചുമല്ല അവർ ശുക്ർ ചെയ്യേണ്ടത്. ഇനി വൈൻകാലം യുതഖബ്ബൽ മിൻഹും സിയാമുഹും, ഇനി അവരുടെ അമലുകൾ സിയാമൊക്കെ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഫമാ ഹാദാ ഫീലുൽ ഖായിഫിൻ, പേടിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട പണിയല്ല. അപ്പോൾ ശുക്ർ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യണതുമല്ല ഈ പൊട്ടിച്ചിരിക്കേണ്ടത്, അതുപോലെ തന്നെ പേടിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതുമല്ല. പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ചിരിക്കണത് എന്നൊക്കെ മഹത്തുക്കളൊക്കെ അവിടുന്ന് തിരിച്ചത്. അതുകൊണ്ട് പെരുന്നാൾക്ക് ആനന്ദിക്കാൻ പറ്റുമെന്നല്ല, നമ്മുടെ ആനന്ദങ്ങൾക്കും നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ നമ്മുടേതായ മാനങ്ങളുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടായിരിക്കണം അതിലൊക്കെ മികച്ചു നിൽക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടോ, നമ്മളെ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ നമ്മിൽ നിന്ന് കബൂലാക്കിയിട്ടുണ്ടോ എന്നുള്ള ആ ഒരു പേടിയും ആ ഒരു ചിന്തയുമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ എല്ലാത്തിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് വരാറുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്നല്ലേ. ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും നല്ല അമലുകൾ ചെയ്തുകൊണ്ട ആളുകൾക്കൊഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ പരാജയത്തിലാണെന്നാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൻ്റെ അധ്യാപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ തസ്കിയത്ത് പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുത്തവരായിരിക്കണം. ആ തസ്കിയത്ത് കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പരിശുദ്ധമായിരിക്കുന്ന സ്വർഗത്തിൻ്റെ അവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിളിച്ചു പറയപ്പെടുന്ന ഇന്നലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദ, സ്വർഗത്തിൽ വിളിച്ചു പറയുന്നതാണ്, നിങ്ങളിനി എന്നെന്നും ജീവിക്കും, നിങ്ങൾക്കിനി മരണമില്ല,
ഫലാ തമൂതു അബദ വ ഇന്ന ലക്കും അൻ തസിഹു, നിങ്ങൾക്കിനി എന്നെന്നും നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും. വലാ തഖ്സമു അബദ, നിങ്ങൾക്കിനി മരണമില്ല, എന്നെന്നും നിങ്ങൾ രോഗം പിടിപെടാതെ ഇങ്ങനെ നിലനിൽക്കും. വ ഇല്ലം അൻ തശിബു ഫലം തർഹബു അബദ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങൾ എന്നും യുവാക്കളാണ്, നിങ്ങൾ ഒരിക്കലും വാർദ്ധക്യത്തിലെത്തുകയില്ല. അങ്ങനെ വ ഇന്ന ലക്കും അൻ തൻഅമു ഫലാ തബ്അസു അബദ, ഇനി നിങ്ങൾ എന്നെന്നും സുഖലോലുപതയിൽ കഴിയുന്ന ആളുകളാണ്, നിങ്ങൾക്കിനി ക്ലേശിക്കേണ്ടി വരില്ല എന്നൊക്കെ വലിയ അവൻ്റെ അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ആ സുഖലോലുപതയിൽ, ആ സ്വർഗത്തിൻ്റെ കവാടമായ റയ്യാനിലൂടെ കടക്കണമെങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതായിട്ടുണ്ട്. അല്ലാഹു തആല നമ്മൾ ഇതുവരെയൊക്കെ ചെയ്ത അമലുകൾ നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മഹളായ ഫضل കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ശേഷിക്കുന്ന മണിക്കൂറുകൾ അവൻ്റെ ത്വാഅത്തിലായി വിനിയോഗിച്ച് സ്വർഗം നേടിയെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളെ അവൻ്റെ മഹളായ ഫضل കൊണ്ട് നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ച ആമത്തുന്നാസും മസാക്കീനുകളാണ്. വസ്ഹാബുൽ ജദ്ദി മഹബൂസൂന ഗൈറ അന്ന അസ്ഹാബൻ നാരി ഖദ് ഉമിറ ബിഹിം ഇലന്നാരി വഖുംതു അലാ ബാബിൻ നാരി ഫൈദ ആമതു ദഖലഹൻ നിസാ. സ്വർഗത്തിൽ അധികവും പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് മിസ്കീന്മാരും അശരണരുമായ ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗാവകാശികളായ ആളുകളെ നമ്മൾ സഹായിക്കുകയും മിസ്കീന്മാരെ, ഫക്കീർമാരെ നമ്മൾ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും നമ്മുടെ പെരുന്നാളിൻ്റെയൊക്കെ ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയുകയും അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കാരണം ഹബീബായ റസൂൽ ഏറ്റവും കൂടുതൽ സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞത് അവരെയാണ്. അപ്പോൾ അവരെ പരിഗണിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ ആഖിറം നന്നാക്കാനും ഭദ്രമാക്കാനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നാളെ കൂടി ക്ലാസ് നടത്തിയിട്ട് നമുക്ക് നിർത്താമെന്നാണ് കരുതുന്നത്. നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് നാളെ സമാപിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.